ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഓടക്കുഴൽ അവാർഡ് കെ അരവിന്ദാക്ഷൻ. പുരസ്കാരം നേടിയത് ഗോപ എന്ന നോവലിനാണ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് ഹിന്ദി സാഹിത്യകാരനായ വിനോദ് കുമാർ ശുക്ല. ഹൈദരാബാദിൽ വെച്ച് നടന്ന മിസ് വേൾഡ് 2025 വിന്നർ ഒപാൽ സുജാത. മിസ് യൂണിവേഴ്സ് 2025 ഫാത്തിമ ബോഷ്. ഇന്ത്യയുടെ 15ാമത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024 ജൂൺ 9 മൂന്നാമത് കോൺസിക്യൂട്ടീവ് ടേമിലാണ് ഇദ്ദേഹം അധികാരത്തിൽ വന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഉത്തർപ്രദേശിലെ വാരണാസി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് ഇദ്ദേഹം ജനവിധി തേടിയത്. 2001 മുതൽ 2014 വരെ ഗുജറാത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അയോധ്യ രാമക്ഷേത്രം. ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ അയോധ്യ ജില്ലയിലാണ് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2020 ഓഗസ്റ്റ് 5 കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. 2024 ജനുവരി 22 പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. രാമക്ഷേത്രം മുഴുവനായി പണി കഴിഞ്ഞത് 2025 നവംബർ 25 നാഗര സ്റ്റൈലിലാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 3 നിലകളിലായി 380 ഫീറ്റ് നീളവും 250 ഫീറ്റ് വീതിയും 161 ഫീറ്റ് ഉയരത്തിലുമാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 392 തൂണുകളും 44 ഗേറ്റുകളുമാണ് രാമക്ഷേത്രത്തിനുള്ളത്. രാം മന്ദിറിന്റെ ഡിസൈനർ ചന്ദ്രകാന്ത് സോംപുര. മേക്കർ ഓഫ് രാംലല്ല മൂർത്തി അരുൺ യോഗിരാജ്. ബീഹാർ ഇലക്ഷൻ 2025. ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ നടന്നത് നവംബർ 6 സെക്കൻഡ് ഫേസ് നവംബർ 11. റിസൾട്ട് നവംബർ 14 അനൗൺസ് ചെയ്തത്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDAക്ക് 202 സീറ്റുകളാണ് കിട്ടിയത്. അതിൽ BJPക്ക് 89 സീറ്റ്, ജനതാദൾ 85 സീറ്റ്, അതുപോലെ തന്നെ മറ്റ് പാർട്ടികൾക്കും 19, 5, 4 എന്നീ രീതിയിലാണ് സീറ്റ് കിട്ടിയത്. അങ്ങനെ നിതീഷ് കുമാറാണ് ബീഹാറിലെ ചീഫ് മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 2 അപ്പോയിൻമെൻറ്റ്സ് ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ജ്ഞാനേഷ് കുമാറും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള രത്തൻ യു കേൽക്കറും. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡ് ലഭിച്ചത് സന്തോഷ് കുമാറിനാണ്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് ഇദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത്. നേപ്പാളിലെ ജൻസി കലാപത്തിന് ശേഷം നേപ്പാളിലെ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് സുശീല കർക്കിയാണ്. ബുക്കർ പ്രൈസ് ലഭിച്ചത് ബാനു മുഷ്താഖിനാണ്. ഹാർട്ട് ലാമ്പ് എന്ന കൃതിക്കാണ് ബാനു മുഷ്താഖിന് ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 2023 മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിനാണ് ലഭിച്ചത്. 2025-26 ബജറ്റിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ ടാക്സ് റെജീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ടതില്ല. 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 20%, 20 ലക്ഷം മുതൽ 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിന് മുകളിൽ 30%. ഇതിൻ്റെ കൂടെ ഓൾഡ് ടാക്സ് റെജീം ഉണ്ടായിരിക്കും. ഓൾഡ് ടാക്സ് റെജീമിൽ 2.5 ലക്ഷം വരെ ടാക്സ് ഇല്ല. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 5%, 5 മുതൽ 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30%. ഇതിൽ ഏത് ടാക്സ് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ളയ്ക്കാണ് ലഭിച്ചത്. 33ാമത്തെ ഒളിമ്പിക്സ് പാരീസിൽ വെച്ചിട്ടാണ് നടന്നത്. 2024 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് നടന്നത്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് US-നാണ്. 126 മെഡലാണ്. 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. ചൈനയ്ക്ക് 91 മെഡലാണ്. 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം. ജപ്പാന് 45 മെഡലാണ്. 20 സ്വർണം, 12 വെള്ളി, 13 വെങ്കലം. ഇന്ത്യക്ക് 71ാമത്തെ സ്ഥാനമാണ്. ടോട്ടൽ 6 മെഡലാണ് കിട്ടിയത്. സ്വർണമില്ല. 1 വെള്ളിയും 5 വെങ്കലവുമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. സർബ്ജോത് സിംഗിന് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡിൽ ബ്രോൺസ് ലഭിച്ചു. മനു ബാക്കർ ഫ്രം ഹരിയാന വുമൻസ് 10 മീറ്റർ എയർ പിസ്റ്റലിലും അതുപോലെ തന്നെ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡിലും 2ലും ബ്രോൺസ് ആണ് ലഭിച്ചത്.
സ്വപ്നിൽ കുശൽ ഫ്രം മഹാരാഷ്ട്ര 50 മീറ്റർ റൈഫിൾ ഷൂട്ടിങ്ങിൽ ബ്രോൺസാണ് ലഭിച്ചത്. നീരജ് ചോപ്ര ഫ്രം ഹരിയാന. നീരജ് ചോപ്രയ്ക്ക് സിൽവർ മെഡലാണ് കിട്ടിയത്. 49.45 മീറ്ററിലാണ് ജാവലിൻ ത്രോയിൽ സിൽവർ കിട്ടിയത്. ഇന്ത്യൻ ഹോക്കി ടീമിനും വെങ്കലമാണ് ലഭിച്ചത്. മലയാളിയായ PR ശ്രീജേഷ് ഇതിൽ അംഗമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് മെഡൽ ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അമൻ. അമന് ബ്രോൺസാണ് കിട്ടിയത്. റെസ്ലിംഗിൽ 57 കിലോ വിഭാഗത്തിലാണ് ബ്രോൺസ് മെഡൽ കിട്ടിയത്. 71ാമത് നാഷണൽ ഫിലിം അവാർഡ്സ് പ്രഖ്യാപിച്ചു. ബെസ്റ്റ് ആക്ടേഴ്സ് ആയത് 2 പേരാണ്, ഷാരൂഖ് ഖാൻ ആൻഡ് വിക്രാന്ത്. ജവാൻ ആൻഡ് 12th ഫെയിലാണ് ഫിലിംസ്. ബെസ്റ്റ് ആക്ട്രസ് റാണി മുഖർജി മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ ആണ് ഫിലിം. ബെസ്റ്റ് ഫീച്ചർ ഫിലിം 12th ഫെയിലാണ്. വിനോദ് ചോപ്രയാണ് ഡയറക്ടർ. മലയാളികളായിട്ടുള്ള വിജയരാഘവനും ഉർവശിക്കും ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടേഴ്സിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വിജയരാഘവന് പൂക്കാലം എന്ന സിനിമയ്ക്കും ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കുമാണ് അവാർഡ് ലഭിച്ചത്. 2025 ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് നേടിയത് കാർലോസ് അൽക്കാരസും കോക്കോയുമാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് സിംഗിൾസ് മെൻസ് വിഭാഗത്തിൽ യാനിക് സിന്നറും വുമൻസ് വിഭാഗത്തിൽ മാഡിസൺ കീസുമാണ് വിജയിച്ചത്. വിംബിൾഡൺ സിംഗിൾസ് മെൻസിൽ യാനിക് സിന്നറാണ് വിജയിച്ചത്. 2025 വിംബിൾഡൺ വുമൻസ് നേടിയത് ഇഗ. US ഓപ്പൺ വുമൻസ് സിംഗിൾസ് അരിയാന സെബലങ്ക. US ഓപ്പൺസ് കാർലോസ് അൽക്കാരസ്. 2024 ഭാരതരത്ന അവാർഡ് വിന്നേഴ്സ് കർപ്പൂരി താക്കൂർ, MS സ്വാമിനാഥൻ, PV നരസിംഹറാവ്, ചൗധരി ചരൺ സിംഗ്, ലാൽകൃഷ്ണ അദ്വാനി. 76ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് 2025 പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു. 7 പത്മ വിഭൂഷൺ, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകളാണ്. പത്മശ്രീ ലഭിച്ച മലയാളികൾ ഐ.എം. വിജയൻ സ്പോർട്സ് പേഴ്സൺ ആണ്. K. ഓമനക്കുട്ടിയമ്മ ആർട്സിലാണ് ഓമനക്കുട്ടിയമ്മയ്ക്ക് ലഭിച്ചത്. പത്മഭൂഷൺ ലഭിച്ച മലയാളികളെക്കുറിച്ച് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ജോസ് ചാക്കോ പെരിയപുറം കേരളം മെഡിസിൻ വിഭാഗത്തിലാണ്. PR ശ്രീജേഷ് കേരളം സ്പോർട്സ്. പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് 7 പേർക്കാണ്. ഡുവൂർ നാഗേശ്വർ റെഡ്ഡി, ജഗദീഷ് സിംഗ്, കുമുദിനി രജനീകാന്ത്, ലക്ഷ്മീനാരായണ സുബ്രഹ്മണ്യം, MT വാസുദേവൻ നായർ, ഒസാമ സുസുക്കി, ശാരദ സിൻഹ. ഇനി കുറച്ച് കറന്റ് അപ്പോയിൻമെന്റ്സ് നോക്കാം. ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് ജസ്റ്റിസ് നിതിൻ മധുങ്കർ ജാംദർ. കേരള ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ. കറന്റ് ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ ജസ്റ്റിസ് അജയ് മാണിക്കറാവ് കാൻവിൽക്കർ. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇനി കുറച്ച് സ്പോർട്സിലെ കറന്റ് അഫയേഴ്സ് ആണ്. 78th സീനിയർ നാഷണൽ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് ഭുവനേശ്വറിൽ വെച്ച് നടന്നു. അതിൽ ഫസ്റ്റ് ലഭിച്ചത് കർണാടകയ്ക്കാണ്. രഞ്ജി ട്രോഫി വിദർഭയാണ് നേടിയത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഹോസ്റ്റ് ചെയ്തത് ബീഹാർ ആണ്. കായിക രംഗത്ത് നൽകുന്ന പരമോന്നത ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2025 4 പേർക്കാണ് ലഭിച്ചത്. മനു ഭാക്കർ, D. കുകേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. വിച്ച് ടീം വോൺ 2025 വുമൻസ് പ്രീമിയർ ലീഗ്? മുംബൈ ഇന്ത്യൻസ്. Who was topped the medal tally of 38th National Games 2025? Services Sports Control Board. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 ടോപ്പിലെത്തിയത് ഹരിയാനയാണ്. 134ാമത് എഡിഷൻ ഓഫ് ഡ്യൂറൻ കപ്പ് 2025 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വിന്നറായി. 2024-25 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ വിഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ കണ്ടത്. ഒരുവിധപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസും കൂടാതെ കറണ്ട് അഫെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇതിലും ഡീപ്പായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടിയായിട്ട് പാർട്ട് 2 വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.